Good morning, students. How are you? Have you had breakfast? Okay, let us start our class. അപ്പോൾ ഇന്ന് ഏതാണ്? ഇംഗ്ലീഷാണ് അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി 4th യൂണിറ്റ് എന്താണ് നെയിം 3 കിറ്റൺസ് എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു റൈമുണ്ട്. കണ്ടോ, നിങ്ങളിതിൽ എന്താണ് കാണുന്നത്? എത്രയാ? 1 2 3 4 കിറ്റൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ കളറാണ്? ബ്ലാക്ക്, വൈറ്റ്, ബ്രൗണ്, ഗ്രേ. ഈ കിറ്റൺസ്, ഈ 4 കിറ്റൺസിൻ്റെ ആണ്. നമ്മൾ മറ്റേതിൽ എത്രയാണ്? 3 കിറ്റൺസിൻ്റെ ആയിരുന്നു. ഇതിൽ എത്ര കിറ്റൺസ് ഉണ്ട്? 4 കിറ്റൺസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു റൈമാണ്. നമുക്ക് നോക്കിയാലോ. എന്താണ്? ബ്ലാക്ക് കിറ്റൺ, നോക്കൂ, ബ്ലാക്ക്, ബ്രൗണ്, വൈറ്റ്, ഗ്രേ. നോക്കൂ, ഇതെന്താ വയ്ക്കുക? ചേസിങ്. Black kitten, brown kitten, white kitten, grey kitten, chasing all the rats. ഈ ബ്ലാക്ക് കിറ്റണും ബ്രൗൺ കിറ്റണും വൈറ്റ് കിറ്റണും ഗ്രേ കിറ്റണും കൂടി എന്താണ്? ഈ റാറ്റിനെ ചേസ് ചെയ്യാണ്, റാറ്റിനെ ഓടിക്കുകയാണ് അല്ലേ? ഓക്കെ, റാറ്റിനെ ചേസ് ചെയ്യാണ്. എന്തൊക്കെയാണ്? ബ്ലാക്ക് കിറ്റൺ, ബ്രൗൺ കിറ്റൺ, വൈറ്റ് കിറ്റൺ, ഗ്രേ കിറ്റൺ, ചേസിങ് ഓൾ ദ റാറ്റ്സ്. എല്ലാ റാറ്റ്സിനെയും അവരെന്ത് ചെയ്യാണ്? ചേസ് ചെയ്യാണ്. ഓക്കെ, എന്താണ്? ബ്ലാക്ക് കിറ്റൺ, ബ്രൗൺ കിറ്റൺ, വൈറ്റ് കിറ്റൺ, ഗ്രേ കിറ്റൺ, ചേസിങ് ഓൾ ദ റാറ്റ്സ്. ഇനി അടുത്ത 4 ലൈൻസ് എന്താണെന്ന് നോക്കാം. ബിഗ് കിറ്റൺ, സ്മോൾ കിറ്റൺ, ഫാറ്റ് കിറ്റൺ, തിൻ കിറ്റൺ, ഡ്രിങ്കിങ് ഓൾ ദ മിൽക്ക്. ഈ എന്താണ്? ബിഗ് വലിയ പൂച്ച, ബിഗും സ്മോളും. വലിയ പൂച്ച, പിന്നെന്താണ്? സ്മോൾ ചെറിയ പൂച്ച. എന്താണ്? പിന്നെന്താണ്? ഫാറ്റ് തടിച്ചതും, തിൻ മെലിഞ്ഞ പൂച്ചയും. എല്ലാവരും എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഡ്രിങ്കിങ് ഓൾ ദ മിൽക്ക്. എല്ലാ മിൽക്കും കുടിക്കുകയാണ് അല്ലേ? ബിഗ് കിറ്റൺ, സ്മോൾ കിറ്റൺ, ഫാറ്റ് കിറ്റൺ, തിൻ കിറ്റൺ, ഡ്രിങ്കിങ് ഓൾ ദ മിൽക്ക്. മിൽക്കൊക്കെ കുടിക്കുകയാണ് അല്ലേ? ദെൻ സ്മാർട്ട് കിറ്റൺ, ക്യൂട്ട് കിറ്റൺ, ഹാപ്പി കിറ്റൺ, നോട്ടി കിറ്റൺ, സ്റ്റീലിംഗ് ഓൾ ദ ഫിഷ്. എന്താണ്? സ്മാർട്ടായിട്ടുള്ള കിറ്റൺ, അതായത് ക്യൂട്ട്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കിറ്റൺ. പിന്നെന്താണ്? ഹാപ്പി കിറ്റൺ, സന്തോഷവാനായ പൂച്ച. പിന്നെന്താണ്? നോട്ടി കിറ്റൺ. നോട്ടി മീൻസ് വികൃതി. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സ്റ്റീലിംഗ്. ഇതെന്താ വയ്ക്കുക? സ്റ്റീലിംഗ് മീൻസ് മോഷ്ടിക്കുക, കക്കുക അല്ലേ? ഓൾ ദ ഫിഷ്, എല്ലാ ഫിഷും മോഷ്ടിക്കുകയാണ്. അത്രയാണ് അതിൽ, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഈ റൈമ് ചൊല്ലാൻ പഠിക്കാൻ വേണ്ടി. ബ്ലാക്ക് കിറ്റൺ, ബ്രൗൺ കിറ്റൺ, വൈറ്റ് കിറ്റൺ, ഗ്രേ കിറ്റൺ, ചേസിങ് ഓൾ ദ റാറ്റ്സ്. Big kitten, small kitten, fat kitten, thin kitten, drinking all the milk. Smart kitten, cute kitten, happy kitten, naughty kitten, stealing all the fish. എന്താണ്? അപ്പോൾ ഇവർ ഈ 4 ക്യാറ്റ്സിനെ പറ്റിയിട്ടുള്ള റൈമാണല്ലേ? എന്തൊക്കെയാണ്? ബ്ലാക്ക് കിറ്റൺ, ബ്രൗൺ കിറ്റൺ, വൈറ്റ് കിറ്റൺ, ഗ്രേ കിറ്റൺ, ചേസിങ് ഓൾ ദ റാറ്റ്സ്. ബിഗ് കിറ്റൺ, സ്മോൾ കിറ്റൺ, ഫാറ്റ് കിറ്റൺ, തിൻ കിറ്റൺ, ഡ്രിങ്കിങ് ഓൾ ദ മിൽക്ക്. സ്മാർട്ട് കിറ്റൺ, ക്യൂട്ട് കിറ്റൺ, ഹാപ്പി കിറ്റൺ, നോട്ടി കിറ്റൺ, സ്റ്റീലിംഗ് ഓൾ ദ ഫിഷ്. ഓക്കെ, ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, യെസ്, ആക്ടിവിറ്റീസ് കണ്ടോ? എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി? ദ കിറ്റൺസ് ആർ ഷോയിങ് യു എ പിക്ചർ. താഴെ നമ്മുടെ എന്താണ്? കിറ്റൺസ് നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്? ഒരു പിക്ചർ ഇങ്ങനെ പിടിച്ച് കാണിക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. ആ പിക്ചറിലൊന്ന് നോക്കിയേ. വാട്ട് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? എന്തുണ്ട്? എ ട്രീ, പിന്നെ എന്തുണ്ട്? എ ബേർഡ്, പിന്നെ എന്താണ്? ഫിഷ്, ഫ്രോഗ് ഉണ്ടല്ലേ? പിന്നെന്താണ്? ഇതെന്താണ്? വാട്ടറാണ് അല്ലേ? ഓക്കെ, അതൊക്കെ കാണുന്നുണ്ടല്ലേ? അടുത്ത എന്താ പറയുന്നത്? വാട്ട് ഡു ദ കിറ്റൺസ്? അവരെന്തൊക്കെ പറയുന്നുണ്ട് നമ്മളോട്? ഡു ആസ് ദ കിറ്റൺസ്. നമുക്കതുപോലെ ചെയ്താലോ? ഓക്കെ, എന്ത് ചെയ്യണം? ഇനി കിറ്റൺസ് ഓരോരുത്തരും പറയുന്നത് എന്താണോ? സെലക്ട് ദ കളേഴ്സ് ഫ്രം ദ ബോക്സസ് ഗിവൺ. താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ കളറാണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? കളർ ദ പിക്ചർ. ഇതിലുള്ളത് പോലെ എടുത്തിട്ട് കളർ ചെയ്യാൻ രണ്ടാമത്തെ ആൾ പറഞ്ഞു. റൈറ്റ് അബൌട്ട് ദ പിക്ചർ യു ഹാവ് കളർ. നിങ്ങൾ ഈ കളർ ചെയ്തതിനെ പറ്റി നിങ്ങളോടൊന്ന് റൈറ്റ് ചെയ്യുക, എഴുതാൻ. അതിവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ്? ഇതിലാണ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിട്ട് രണ്ടാമത്തെ ആൾ പറയും, എന്നിട്ട് നിങ്ങൾ കളർ ചെയ്യൂ, എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഇവിടെ എഴുതൂ. അപ്പോൾ നിങ്ങൾ എഴുതില്ലേ? എന്താ പറയണത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് നോക്കാം നമുക്ക്. ബേർഡില്ലേ? ബേർഡിന് എന്താണ്?
ബേർഡ് കൊടുത്തിട്ടുണ്ട്. ബേർഡ് എന്ത് കളറാണ്? ബ്ലൂ കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറാണ്. ബേർഡിന് ഈ കളറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ലീഫിന് എന്ത് കളർ കൊടുക്കണം? ഗ്രീൻ കളർ. ഓക്കെ. വാട്ടർ എന്ത് കളറാണ്? വാട്ടർ എന്താണ്? ബ്ലൂ കളറ്. ഓക്കെ. ദെൻ ഫിഷ് എന്ത് കളറാണ്? റെഡ് ഫിഷാണ്. ഫ്രോഗ് എന്ത് കളറാണ്? ഗ്രീൻ ഫ്രോഗ് അല്ല കേട്ടോ, ഇത് യെല്ലോ കളറാണ്. അപ്പോൾ എന്താണ്? ബേർഡിന് ബ്ലൂ, ലീഫിന് ഗ്രീൻ, വാട്ടറിന് ബ്ലൂ, ഫിഷിനോ റെഡ്, ഫ്രോഗിന് യെല്ലോ. അപ്പോൾ ഇനി അതുപോലെ നിങ്ങൾ ഇതിൽ കളർ കൊടുക്കില്ലേ? അതിനുശേഷം നിങ്ങൾ ഇതും കൂടി ഫില്ല് ചെയ്യണം. ഇതെന്താണ്? ഒരു പോണ്ടാണ്, ഒരു കുളമാണ്. അപ്പോൾ എന്താണ്? ദിസ് ഈസ് എ പോണ്ട്. ദ വാട്ടർ എന്താണ്? വാട്ടർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഈസ് ബ്ലൂ. എന്താ കൊടുക്കണ്ട? അപ്പം നമ്മളിവിടെ വാട്ടർ ഈസ് ബ്ലൂ. യെസ്. എ ഡാഷ് ഈസ് ഇൻ ദ വാട്ടർ. ഒരു ഡാഷ് ഉണ്ട് വെള്ളത്തിൽ. എന്താണ്? ഫിഷ് ഇവിടെ ഉണ്ട്, കണ്ടോ? എന്താണ്? ഫിഷില്ലേ? ദെൻ എ ഡാഷ് ഈസ് ഓൺ എ ലീഫ്. എ ഡാഷ്, ലീഫുമ്മൽ ഒരാളുണ്ട്. ആരാണ്? ഇതൊരു ലീഫാണ്. ഈ ലീഫും ആരുണ്ട്? എ ഫ്രോഗ് ഈസ് ഓൺ എ ലീഫ്. ദെൻ എ ഡാഷ് ഈസ് ഓൺ ദ ട്രീൻ്റെ മുകളിൽ ആരുണ്ട്? ബേർഡ്. കണ്ടോ? എ ബേർഡ്, BIRD ഓൺ ദ ട്രീ. മൈ പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ കളർ കൊടുത്ത നിങ്ങളുടെ പിക്ചർ എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. എന്താ നമുക്ക് മൈ പിക്ചർ അതിലെന്തൊക്കെയാണ്? ദിസ് ഈസ് എ പോണ്ട്. ദ വാട്ടർ ഈസ് ബ്ലൂ. എ ഫിഷ് ഈസ് ഇൻ ദ വാട്ടർ. എ ഫ്രോഗ് ഈസ് ഓൺ എ ലീഫ്. എ ബേർഡ് ഈസ് ഓൺ ദ ട്രീ. മൈ പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത വർക്ക് നോക്കാം. അടുത്ത എന്താണ്? ആക്ടിവിറ്റി 2. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വാട്ട് ഡു യു സീ? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് ഗിവൺ ഇൻ ദ ബോക്സസ്. നിങ്ങളോട് എന്താ പറയുന്നത്? ഇവിടെ ഓരോ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് അനുസരിച്ചിട്ടുള്ള സെൻറ്റൻസ് ഇപ്പുറത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഡിസോർഡർ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് അത് ഓർഡറായിട്ട് ചെയ്യാൻ. എന്താണ്? ഇവിടെ എത്ര ഉണ്ട്? നിങ്ങളിത് നോക്കിയാൽ എത്ര ഉണ്ട്? 2 kittens. അല്ലേ? പിന്നെ ഇവിടെ എന്താണ്? ബേർഡ്സ് 1 2 3. ബേർഡ്സ് അല്ലേ? എത്ര ബേർഡ്സ് ഉണ്ട്? 1 2 3 ബേർഡ്സ്. എന്താണ്? എ ഫ്രോഗ് അല്ലേ? ദെൻ ഇതെന്താണ്? എ ഡക്ക്. ഇതോ? എ ക്യാറ്റ്. അത്രയും നിങ്ങൾ നോക്കിയാൽ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് നോക്കാം. ഈ ഭാഗത്തുള്ള റീഡ് ചെയ്തോ. എ ഫ്രോഗ് സിറ്റ്സ് ഓൺ എ ലീഫ്. എ ഫ്രോഗ് എവിടെ? യെസ്, ഇതല്ലേ ഫ്രോഗ്. അപ്പോൾ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രോഗിലോട്ട് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുക്കില്ലേ? എന്താ ചെയ്യേണ്ടത് നമ്മൾ? യെസ്, ഫ്രോഗിലോട്ട് വരച്ചു കൊടുത്തു. ദെൻ അടുത്ത എന്താണെന്ന് വായിക്കാം. എ ഡക്ക് സ്വിംസ് ഇൻ എ പോണ്ട്. ഡക്ക് എവിടെ കണ്ടു? യെസ്, ഡക്ക് നീന്തുന്നുണ്ടല്ലേ പോണ്ടിൽ. സ്വിംസ്, ഡക്ക്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണം. മേഡം ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ്. എ ക്യാറ്റ് ജംപ്സ് ഇൻ ടു എ പോണ്ട്. എ ക്യാറ്റ്, ഒരു ക്യാറ്റ് എവിടെയാണ്? യെസ്, എ ക്യാറ്റ് ജംപ്സ് ഇൻ ടു എ പോണ്ട്. പോണ്ടിലോട്ട് ഒരു പൂച്ച ചാടുന്നു അല്ലേ? ദെൻ 2 kittens പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. 2 kittens, 2 പൂച്ചക്കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിൽ കളിക്കുന്നു. 2 പൂച്ചക്കുട്ടികൾ എവിടെ? യെസ്, ഇതാണല്ലേ. അപ്പോൾ എവിടേക്ക് കൊടുക്കാം? നമുക്ക് ഇങ്ങനെ ഇതിലോട്ട് വരച്ചു കൊടുക്കാം. അടുത്തതോ 3 birds ഫ്ലൈ ഇൻ ദ സ്കൈ. എന്താണ്? ഉയരത്തിൽ ആര് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്? 3 birds എവിടെ? ഇതാ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടില്ലേ? നിങ്ങൾ കറക്റ്റായിട്ട് നല്ല സ്കെയിലൊക്കെ വെച്ച് നന്നായിട്ട് വരച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഇത്? ഇതെന്താ വയ്ക്കുക? 2 kittens പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. ഇതോ? 3 birds ഫ്ലൈ ഇൻ ദ സ്കൈ. ഇതെന്താണ്? എ ഫ്രോഗ് സിറ്റ്സ് ഓൺ എ ലീഫ്. ഇതെന്താണ്? എ ഡക്ക് സ്വിംസ് ഇൻ എ പോണ്ട്. എ ക്യാറ്റ് ജംപ്സ്
into a pond. ഓക്കെ, അപ്പം മക്കളെ മേഡം ഈ 2 ആക്ടിവിറ്റിയും ആ റൈമും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്യുക, റൈമും ചൊല്ലി നോക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ മക്കളെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.